അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, വീണ്ടും ഒരു അറിവുമായിട്ട് നിങ്ങളിലേക്ക് വരികയാണ്. എല്ലാവർക്കും സുഖമല്ലേ? അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യുന്നു, നിങ്ങളോടും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 5 കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്തുന്നതിന് മുന്നേ 5 കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം, മുതലാക്കണം എന്നാണ് ആ ഹദീസിൻ്റെ ആശയം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ഹദീസിന് എത്രയോ അർത്ഥവത്തായിരിക്കുന്നു എന്ന് ഇത് കേൾക്കുന്ന നാം ഓരോരുത്തർക്കും മനസ്സിലാകും. ഒന്നാമതായിട്ട് പ്രവാചകൻ പറഞ്ഞു, രോഗം നിങ്ങളെ തേടി വരുന്നതിന് മുന്നേ അള്ളാഹു നിങ്ങൾക്ക് തന്ന ആരോഗ്യത്തെ നിങ്ങൾ മുതലാക്കണം. അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ആരോഗ്യമില്ലെങ്കിൽ പിന്നെ നമ്മളെ ആർക്കും ആവശ്യമില്ല. ഈ ലോകത്തൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാനും കഴിയൂല. ആരോഗ്യം വലിയ ഒരു നിഅമത്താണ് അല്ലാഹു തആല നമുക്ക് നൽകുന്ന. പക്ഷേ എത്ര പെട്ടെന്നാണ് മനുഷ്യൻ്റെ സകല പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും സങ്കല്പങ്ങളെയും ആഗ്രഹങ്ങളെയും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് രോഗം മനുഷ്യരിലേക്ക് കടന്നു വരുന്നത്. എത്രയോ അരോഗ ദൃഢഗാത്രരായ ആളുകളാണ് ചെറിയൊരു അസ്വസ്ഥത വന്ന് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്ത് നോക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞെട്ടിപ്പോകുന്ന രോഗങ്ങൾ അവരെ തേടിയെത്തിയിരിക്കുകയാണ്. ഓരോ ദിവസവും മനുഷ്യർ വിവിധങ്ങളായ രോഗങ്ങളുടെ അടിമകളായി മാറുകയാണ്. നാം കഴിക്കുന്ന വിഷം കലർന്ന ഭക്ഷണത്തിൻ്റെ പേരിൽ, നാം ശ്വസിക്കുന്ന മലിനം കലർന്ന വായുവിൻ്റെ പേരിൽ 1000 രോഗങ്ങൾ നമ്മളെ തേടിയെത്തുന്നുവെങ്കിൽ, പുതിയ തലമുറകൾ ഫാസ്റ്റ് ഫുഡുകൾ കടിമയായതിൻ്റെ പേരിൽ ഒരുപാട് രോഗം അവരെ തേടിയെത്തുന്നുവെങ്കിൽ, നാം അറിയുന്നതും അറിയാത്തതും നമ്മുടെ മുൻഗാമികൾ കേട്ടിട്ട് പോലുമില്ലാത്ത പല വിധത്തിലുള്ള രോഗങ്ങൾ ഇന്ന് മനുഷ്യനെ തേടിയെത്തുന്നുവെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഊർജ്ജസ്വലതയുള്ള ഈ ശരീരം, ഈ ആരോഗ്യമുള്ള ഈ ശരീരം എത്ര പെട്ടെന്നാണ് രോഗത്തിലേക്ക് ഉതിർന്ന് വീഴുന്നത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. നമ്മുടെ അറിവിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ സുഹൃത്തുക്കളിൽ, വേണ്ടപ്പെട്ടവരിൽ എത്രയോ അരോഗദൃഢഗാത്രരായ, എല്ലാത്തിനും നല്ല കഴിവുണ്ടായിരുന്ന എത്രയോ ആളുകളാണ് പലവിധ രോഗത്തിൻ്റെ അടിമകളായത്. സുഹൃത്തുക്കളെ, ആ രോഗം നമ്മെ തേടി വരുന്നതിന് മുന്നേ, നിവർന്ന് നിന്നൊന്ന് നമസ്കരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ നിങ്ങളെ എത്തുന്നതിന് മുന്നേ, നല്ലതുപോലെ നെറ്റിത്തടം അമർത്തി വെച്ചൊന്ന് സുജൂദ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ നിന്റെ ശരീരത്തെ തേടിയെത്തുന്നതിന് മുന്നേ നിനക്ക് അല്ലാഹു തആല നൽകിയ ആരോഗ്യത്തെ നീ മുതലാക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. രണ്ടാമതായിട്ട് പ്രവാചകൻ പറഞ്ഞത് മരണം. ആ മരണമെന്ന് പറയുന്ന സത്യമുണ്ടല്ലോ, യാഥാർത്ഥ്യമുണ്ടല്ലോ, അത് നിങ്ങളെ തേടിയെത്തുന്നതിന് മുന്നേ അള്ളാഹു നൽകിയ ഈ ജീവിതത്തെ നിങ്ങൾ മുതലാക്കണം. എപ്പോഴാണ് മരണം ഒരു മനുഷ്യനെ തേടി വരുന്നതെന്ന് ആർക്കും പറയാൻ കഴിയില്ല. എത്ര പെട്ടെന്നാണ് മനുഷ്യൻ്റെ സ്വപ്നങ്ങളൊക്കെയും തകർത്ത് തരിപ്പണമാക്കി 1000 ആഗ്രഹങ്ങളുമായി 6 അടി മണ്ണിലേക്ക് കൊണ്ടുവെക്കപ്പെടാൻ, പ്രിയമുള്ളവരെ, ഏത് നിമിഷമാണ് ആ മരണം നമ്മളെ തേടിയെത്തുന്നത്, നമ്മെ കാത്തിരിക്കുന്നതെന്ന് പറയാൻ നമുക്ക് കഴിയൂല. പ്രായവ്യത്യാസമില്ല, ലിംഗവ്യത്യാസമില്ല, ജാതി മത വ്യത്യാസങ്ങളില്ല, സ്ഥലകാല വ്യത്യാസങ്ങളില്ല. ഏത് രൂപത്തിലാണ് മരണം നമ്മെ തേടിയെത്തുന്നതെന്ന് അറിയാൻ കഴിയത്തില്ല. പല രൂപത്തിലാണ് മരണം മനുഷ്യനെ തേടിയെത്തുന്നത്. ചീറിപ്പാഞ്ഞു വരുന്ന വാഹനത്തിൻ്റെ രൂപത്തിൽ, ഇടിമിന്നലിൻ്റെ രൂപത്തിൽ, അഗ്നിനാളങ്ങൾ വിഴുങ്ങിക്കൊണ്ടുപോകുന്ന രൂപത്തിൽ, ഒലിച്ചു വരുന്ന അപാരമായ വെള്ളത്തിൻ്റെയും ഉരുൾപൊട്ടലിൻ്റെയും രൂപത്തിൽ, കാറ്റിൻ്റെ രൂപത്തിൽ ചിലപ്പോൾ മരണം നിശബ്ദമായിട്ട് കടന്നു വരും. പ്രിയമുള്ള സഹോദരങ്ങളെ, ചിലപ്പോൾ ഉറക്കിൽ നിന്നും ഉണരാത്ത അവസ്ഥയിൽ മരണം നമ്മളെ കൊണ്ടുപോകും. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചെയ്തു തീർക്കാനുള്ളത് പിന്നേക്ക് മാറ്റിവെക്കരുത് എന്നാണ് പ്രവാചകൻ പറഞ്ഞതിൻ്റെ അർത്ഥം. മരണം എപ്പോഴും നിങ്ങളെ തേടിയെത്താം. ആ മരണം നിങ്ങളെ തേടി വരുന്നതിന് മുമ്പ് ഓരോ നിമിഷവും മരണം എന്നെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തആല നൽകിയ ഈ ജീവിതം മരണത്തിന് മുന്നേ നമ്മൾ ഉപയോഗപ്പെടുത്തണം. എന്തെങ്കിലും ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ നാളെയാകട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്. ഇന്നത്തെ കാര്യം ഇന്ന് തന്നെ ചെയ്തു തീർക്കാൻ കഴിയണം. അതാണ് ബുദ്ധിമാന്മാർ. പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്നാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വാർദ്ധക്യം നിന്നിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ആ യുവത്വത്തെ നിങ്ങൾ മുതലാക്കണം. ജീവിതത്തിൻ്റെ നട്ടുച്ച സമയമാണ്
യുവത്വം എന്ന് പറയുന്നത് ശബാബക ഖബല ഹറമിക, വാർദ്ധക്യം. എത്ര പെട്ടെന്നാണ് ഒരു മനുഷ്യൻ്റെ മുടി നരയ്ക്കുന്നത്, ആരോഗ്യം നഷ്ടപ്പെടുന്നത്, തൊലി ഒട്ടിച്ചുളുങ്ങിപ്പോകുന്നത്, കവിൾത്തടങ്ങൾ, മനോഹരമായ കവിൾത്തടം ഒട്ടിച്ചുളുങ്ങുന്നത്, കണ്ണിൻ്റെ കാഴ്ച കുറയുന്നു, കേൾവിയുടെ ശക്തി കുറയുന്നു, നടത്തത്തിൻ്റെതായ ശക്തി കുറയുന്നു, എല്ലാ അവയവങ്ങൾക്കും ബലക്ഷയം ബാധിക്കുന്നു. എത്ര പെട്ടെന്നാണ് മനുഷ്യനെ വാർദ്ധക്യം പിടികൂടുന്നത്, കടന്നുകൂടുന്നത്. അതിനു മുന്നേ അല്ലാഹു തആല നിനക്ക് തന്ന യുവത്വമുണ്ടല്ലോ, പലതിലേക്കും ആഗ്രഹിക്കുന്ന യുവത്വം, രക്തത്തിളപ്പുള്ള സന്ദർഭം. ആ യുവത്വത്തിൻ്റെ സന്ദർഭത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ് മറ്റെല്ലാ സന്ദർഭങ്ങളിലും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പടച്ചവന് ഇഷ്ടമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു തആല നൽകിയ യുവത്വം, വാർദ്ധക്യം നമ്മളെ പിടികൂടുന്നതിന് മുന്നേ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ യുവത്വം മുതലാക്കാൻ നമുക്ക് കഴിയണം. നാലാമതായിട്ട് പ്രവാചകൻ പറഞ്ഞത്, ദാരിദ്ര്യമെന്ന് പറയുന്ന വിപത്തും രോഗമുണ്ടല്ലോ, ആ ദാരിദ്ര്യം നിന്നെ പിടികൂടുന്നതിന് മുമ്പ് സമ്പന്നത നീ മുതലാക്കിക്കൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സമ്പത്ത്, അല്ലാഹു തആല നൽകിയ ഐശ്വര്യം, അതിനെ ദാരിദ്ര്യമെന്ന രോഗം പിടികൂടുന്നതിന് മുമ്പ്, കടങ്ങൾ കുന്നുകൂടിയിട്ട് മാനസിക പ്രയാസമുണ്ടാകുന്നതിന് മുന്നേ അല്ലാഹു തആല നിനക്ക് തന്ന സമ്പത്തിനെ നീ പ്രയോജനപ്പെടുത്തണം, അതിനെ നീ ഉപയോഗപ്പെടുത്തണം. അടുത്ത കാലത്തേക്ക്, അടുത്ത തലമുറയിലേക്ക് ദാരിദ്ര്യമില്ലാതെ ജീവിക്കുവാൻ, ഹലാലായ മാർഗത്തിൽ അതിനെ വിനിയോഗിക്കുവാനും, നല്ല മാർഗത്തിൽ അതിനെ ചിലവഴിക്കുവാനും, നല്ല മാർഗത്തിലൂടെ ആ സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുവാനുമുള്ള പരിശ്രമം നമുക്കുണ്ടാകണം. എത്രയോ സമ്പന്നരായ ആളുകൾ ഒരു ജീവിതകാലം മുഴുവനും, പ്രിയമുള്ളവരെ, ഉണ്ടാക്കി വെച്ചത് മുഴുവനും പാതിരാത്രിയിൽ ഒലിച്ചു വന്ന മലവെള്ളപ്പാച്ചലിൽ സകലതും നശിച്ചുകൊണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് സമ്പന്നരായ ആളുകൾ ദരിദ്രന്മാരായി മാറിയെങ്കിൽ വയനാട്ടിൽ നമുക്കതാണ് കാണാൻ കഴിഞ്ഞത്. എത്ര പെട്ടെന്നാണ് ഒരു മനുഷ്യൻ്റെ സമ്പത്തും സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത്. ചെറിയൊരു അസുഖം മതി, ചെറിയൊരു പരീക്ഷണം മതി, ഉള്ളതെല്ലാം നഷ്ടപ്പെടാൻ. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഐശ്വര്യമുണ്ടല്ലോ, ആ സമ്പത്ത്, ദാരിദ്ര്യമെന്ന് പറയുന്ന രോഗം നമ്മൾ തേടി വരുന്നതിന് മുന്നേ അതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. നാളെ പള്ളിക്ക് കൊടുക്കാം, നാളെ മദ്രസയ്ക്ക് കൊടുക്കാം, നാളെ ദീനി സ്ഥാപനങ്ങൾക്ക് കൊടുക്കാം, നാളെ അനാഥ മക്കൾക്ക് കൊടുക്കാം, നാളെ സാധുക്കളെ സഹായിക്കാം, ചികിത്സാ സഹായം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നാൽ ഒരു പക്ഷേ നാളെ നിനക്ക് കൊടുക്കാൻ സാധിച്ചെന്ന് വരില്ല. അതിന് മുന്നേ നീ ഇതിനെ വീട്ടണം, നിന്റെ കടമകൾ നിർവഹിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അഞ്ചാമതുണ്ട്, പ്രവാചകൻ പറഞ്ഞു, ജോലി തിരക്കുകൾ നിന്നെ തേടി വരുന്നതിന് മുമ്പേ ഒഴിവ് സമയം നീ ഉപയോഗപ്പെടുത്തണം. എത്ര അർത്ഥവത്തായ വരികളാണ്. ഓരോരുത്തരും പറയും, ആ മോളെ കെട്ടിച്ചു തീർന്നാൽ, അല്ലെങ്കിൽ ഈ മകൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഉത്തരവാദിത്വങ്ങളെല്ലാം അല്ല. ഉത്തരവാദിത്വം ഒരു മനുഷ്യൻ്റെ ചുമലിലേക്ക് കൂടി വരികയാണ് ചെയ്യുന്നത്. നമ്മൾ പ്രായമാകും തോറും ഉത്തരവാദിത്വങ്ങൾ കൂടിക്കൂടി വരുന്നു. ചെയ്താൽ തീരാത്ത ജോലികൾ, ഉത്തരവാദിത്വങ്ങൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ഒഴിവ് സമയങ്ങൾ വളരെ അധികം നമുക്ക് ഉള്ളപ്പോൾ ഒഴിവ് സമയങ്ങൾ പാഴാക്കി കളയരുത്. എപ്പോഴും മൊബൈലിലായി, ഗെയിമിലായി, ടി വിയിലായി, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലുമായിട്ട് സമയങ്ങൾ പാഴിക്കളഞ്ഞാൽ നമ്മെ കാത്തിരിക്കുന്നത് തിരക്കുകളുടെ കാലമാണ്. ജോലി തിരക്കുകൾ വരുന്നതിന് മുന്നേ നീ ഒഴിവ് സമയങ്ങളെ ഉപയോഗപ്പെടുത്തണം. ഞാൻ നാളെയാകട്ടെ ഖുർആൻ ഓതാം, നാളെയാകട്ടെ സുന്നത്ത് നിസ്കരിക്കാം, നാളെയാകട്ടെ ഞാൻ അത് ചെയ്യാം എന്ന് നാളത്തേക്ക് മാറ്റിവെക്കാതെ ഉള്ള ഒഴിവ് സമയങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. 5 അവസ്ഥകൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതിന് മുന്നേ ഈ ഹദീസ് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പല ആവർത്തി ഇത് കേൾക്കണം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഇതുപോലെയുള്ള അറിവുകൾ എത്രയും പെട്ടെന്ന് എത്തുന്നതാണ്. പ്രിയമുള്ളവരെ, ഷെയർ ചെയ്യുക, എല്ലാവരും ദുആ ചെയ്യുക. വീണ്ടും ഒരറിവുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. സർവശക്തനായ അല്ലാഹു നമ്മുടെ ഈ ഒരുമിച്ചു കൂടലെല്ലാം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചു കൂടാൻ അല്ലാഹു ഒരു കാരണമാക്കുമാറാകട്ടെ. വയനാട്ടിലും പരിസരങ്ങളിലുമൊക്കെ ദുരിതമനുഭവിക്കുന്ന ആ മനുഷ്യർക്ക്, സഹോദരങ്ങൾക്ക് അല്ലാഹു തആല സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ, ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.